മഹേന്ദ്ര സിംഗ് ധോണിയും വീരേന്ദ്ര സെവാഗും തമ്മിൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനായി എത്തിയ നാൾ മുതൽ മഹേന്ദ്ര സിംഗ് ധോണി സീനിയർ താരങ്ങളോടുള്ള സമീപനത്തിൽ അതീവ ശ്രദ്ധാലുവായിരുന്നു. താൻ പോരുമയ്ക്ക് പേരുകേട്ട വലിയ തലകളെ ഒരു തലയ്ക്ക് കീഴിലാക്കുക ഭഗീരഥ യജ്ഞമാണെന്ന് നിർഭയനും ക്രിക്കറ്റ് അല്ലാതെ മറ്റെല്ലാത്തിനോടും നിർമ്മമനുമായിരുന്ന ധോണിക്കറിയാമായിരുന്നു. സെവാഗും ധോണിയും തമ്മിൽ പാപ്പരാസി മാധ്യമങ്ങളിൽ പറയപ്പെടുന്ന പോലൊരു ശത്രുത ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ധോണിയാണ് തന്നെ ടീമിന് പുറത്താക്കിയതെന്ന തരത്തിൽ വന്ന വീരേന്ദ്ര സെവാഗിന്റെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കി. മാക്സിമം കഴിഞ്ഞാൽ താഴേക്കെന്ന പ്രകൃതി നിയമം പോലെ തുടർച്ചയായി നേരിട്ട ഫോമില്ലായ്മ തന്നെയാണ് സെവാഗിന്റെ പുറത്താക്കലിൽ കലാശിച്ചതെന്ന് കണക്കുകൾ പറയുന്നു. അവസാന 16 ഏകദിനങ്ങളിൽ സെവാഗ് നേടിയത് കേവലം 603 റൺസ് മാത്രമാണ്. അതിൽ കരിയർ ബെസ്റ്റായ 219 റൺസ് ഉൾപ്പെടുന്നു. ഈഗോകൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ചില ഈഗോ ക്ലാഷുകൾ ഇരുവർക്കുമിടയിൽ ഉണ്ടായി എന്നതാണ് വാസ്തവം. സെവാഗ് എന്ന ക്രിക്കറ്ററും ധോണി എന്ന ക്യാപ്റ്റനും ഇന്ത്യൻ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകൾ അതുല്യമാണ്. അല്ലെങ്കിലും കിരീടമണിയുന്ന ശിരസിന് നേരെ വിരൽ ചൂണ്ടലുകൾ ഉണ്ടാവുക സ്വാഭാവികം മാത്രം. അങ്ങനെയൊരു കൊച്ച് പടലപ്പിണക്കം മാത്രമായിരുന്നു വീരേന്ദ്ര സെവാഗിന്റെയും മഹേന്ദ്ര സിംഗ് ധോണിക്കുമിടയിൽ ഉണ്ടായിരുന്നതെന്ന് കാലം അതിന്റെ കണക്ക് പുസ്തകങ്ങളിൽ കോറിയിട്ടിരിക്കുന്നു.